കൊല്ലം പൂരത്തിൽ ഹെഡ്ഗേവാറിന്റെ ചിത്രം പ്രദർശിപ്പിച്ച് ഉത്സവത്തെ കളങ്കപ്പെടുത്തിയ സംഭവത്തിൽ നിയമ നടപടി ആവശ്യപ്പെട്ട ഡിവൈഎഫ്ഐ മുഖ്യമന്ത്രിക്കും ഹൈക്കോടതി രജിസ്ട്രാർക്കും പരാതി നൽകി. അതേസമയം കൊല്ലം കോട്ടുക്കൽ മഞ്ഞിപ്പുഴ ദേവി ക്ഷേത്രത്തിലെ RSS ഗണഗീതാലാപനത്തിൽ നടപടിയുമായി ഹൈക്കോടതി. ഹർജിയിൽ പ്രാദേശിക RSS നേതാക്കളെ കക്ഷി ചേർക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. RSS നേതാവ് ഹെഡ്ഗേവാറിന് എന്ത് പങ്ക് വഹിച്ചിട്ടാണ് നവോത്ഥാന നായകന്മാർക്കൊപ്പം ചിത്രം പ്രദർശിപ്പിച്ചതെന്ന ചോദ്യമാണ് സമൂഹം ഉയർത്തുന്നത്. RSS സ്ഥാപകന്റെ ചിത്രം പ്രദർശിപ്പിച്ചത് ഹൈക്കോടതി ഉത്തരവിന്റെ ലംഘനം എന്ന് മാത്രമല്ല, കോടതി അലക്ഷ്യവുമായി. ക്ഷേത്ര ഉത്സവങ്ങളിൽ സംഘപരിവാർ ഉൾപ്പെടെയുള്ളവരുടെ കൊടിതോരണങ്ങളോ ചിത്രങ്ങളോ പ്രദർശിപ്പിക്കരുതെന്ന ഹൈക്കോടതി വിധിയാണ് കാറ്റിൽ പറത്തിയതെന്ന് ഡിവൈഎഫ്ഐ കൊല്ലം ജില്ലാ കമ്മിറ്റി പരാതിയിൽ ചൂണ്ടിക്കാട്ടി. കൊല്ലത്തെ ജനങ്ങളാകെ ആഘോഷിക്കപ്പെടുന്ന ഒരു ഉത്സവത്തെ ഹെഡ്ഗേവാറിനെ പോലെ ഈ രാജ്യത്തെ മതപരമായി ഭിന്നിപ്പിക്കാൻ നേതൃത്വം കൊടുക്കുന്ന RSSന്റെ സ്ഥാപകൻ എന്ന് മാത്രം ഒരു ലേബലുള്ള ഒരു ഹെഡ്ഗേവാറിൻ്റെ ചിത്രം അതിൻ്റെ കുടമാറ്റത്തിന് ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ ഇതിനെ മതപരമായി ഈ നാടിനെ ഭിന്നിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി തന്നെയാണ് നമ്മൾ ഇതിനെ കാണുന്നത്. ഉത്സവത്തെ കലാപഭൂമിയാക്കാൻ ശ്രമിച്ച സംഭവത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ക്ഷേത്ര ഉത്സവ കമ്മിറ്റിയുടെ തീരുമാനം. അല്ലാതെ ക്ഷേത്ര ഉപദേശിക്ക് കാണുന്നില്ല. ഇതിപ്പോൾ ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ് ഇങ്ങനെ സംഭവം നടന്നത്. ക്ഷേത്ര അഡ്വൈസറി കമ്മിറ്റി 12 മണിക്ക് തന്നെ കൂടിയാലോചിച്ചിട്ട് ബാക്കി വിവരങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സംഭവത്തിൽ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണറോട് തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് റിപ്പോർട്ട് തേടി. സംഘടനകൾ ഡ്രില്ല് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് കൊടികളും തോരണങ്ങളും ഒക്കെ കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഒരു കാരണവശാലും ഇത്തരം രാഷ്ട്രീയ പാർട്ടികളുടെയോ ജാതിമത സംഘടനകളുടെയോ കൊടിയോ ചിഹ്നമോ മറ്റെന്തെങ്കിലും സാമ്യമുള്ള പരിപാടികളോ, അതാണ് ഏറ്റവും പ്രധാനം, സാമ്യമുള്ള ഏകവർണ്ണ കൊടികളുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നും തന്നെ ക്ഷേത്രങ്ങളിൽ പാടില്ല, ക്ഷേത്ര പരിസരത്ത് പാടില്ല എന്നുള്ള കൃത്യമായ വിധിയുണ്ട്. കൊല്ലത്ത് RSSനെതിരെ ഡിവൈഎഫ്ഐ പ്രതിഷേധവും സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ നേതാവ് ചിന്താ ജെറോം ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ അതിശക്തമായ സമരവും പ്രതിഷേധവും ഇതിന്റെ ഭാഗമായി ഉയർത്തിക്കൊണ്ടുവരും. അതോടൊപ്പം തന്നെ നിയമപരമായി ഈ സംഭവത്തെ നേരിടാൻ തന്നെയാണ് ഡിവൈഎഫ്ഐ ആലോചിച്ചിരിക്കുന്നത്. കാരണം മതനിരപേക്ഷതയ്ക്ക് നേരെയുള്ള ഒരു വലിയ വെല്ലുവിളിയായിട്ടാണ് ഞങ്ങൾ ഈ സംഭവത്തെ കാണുന്നത്. അതേസമയം കൊല്ലം കോട്ടുക്കൽ മഞ്ഞിപ്പുഴ ദേവീക്ഷേത്രത്തിലെ RSS ഗണഗീതാലാപനത്തിലും ക്ഷേത്ര പരിസരത്ത് കായിക ആയുധ പരിശീലനം നടത്തിയ സംഭവത്തിലും RSS നടപടി ചോദ്യം ചെയ്ത് കോട്ടുക്കൽ സ്വദേശിയായ പ്രദീൻ രാജ് സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി പ്രാദേശിക RSS നേതാക്കളെ കക്ഷി ചേർക്കാൻ നിർദ്ദേശിച്ചു. ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രൻ, മുരളീകൃഷ്ണ എസ് എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഇടക്കാല ഉത്തരവ്. തിരുവനന്തപുരം കൊച്ചി ബ്യൂറോകൾക്കൊപ്പം രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം.